ലോകത്തിൽ തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നായിരുന്നു അവന്റെ വിചാരം. ഒരു ദിവസം അവൻ ആ കാട്ടിലുള്ള മൃഗങ്ങളെയെല്ലാം വെല്ലുവിളിച്ചു. എന്നോട് തോൽപ്പിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരും. അഹങ്കാരിയായ മുയൽ കാട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു. ഇവന്റെ അഹങ്കാരം ഇന്ന് തീർക്കണം എന്ന് കുഞ്ഞനമ്മ വിജയിച്ചു. ഞാൻ നിന്റെ കൂടെ ഓട്ടം പന്തയത്തിന് തയ്യാ എന്ന് കുഞ്ഞനമ്മ പറഞ്ഞു. ഈ ഭീകരി ആമയാണോ എന്നോട് മത്സരിക്കാൻ പോണത്? മുയലാമയെ കളിയാക്കി. അങ്ങനെ ആ ദിവസം വന്നു ചേർന്നു. കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം മൈതാനത്ത് ഒത്തുകൂടി. ആമയും മുയലും ഓട്ടം പന്തയത്തിന് തയ്യാറായി. കഴുതച്ചാർ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് മത്സരത്തിന് തുടക്കമിട്ടു. രണ്ടുപേരെയും ഓട്ടം തോന്നി. കാണികൾ രണ്ടുപേരെയും കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മുയലൊന്ന് മെല്ലെ തിരിഞ്ഞു നോക്കി. ആ മാത ഇഴഞ്ഞിഴഞ്ഞു വരുന്നു. ഇവനൊരു വ്യക്തി തന്നെ. എന്തായാലും ഒന്ന് വിശ്രമിച്ചിട്ടാകാം ഓട്ടം, മുയൽ കരുതി. അങ്ങനെ മുയൽ ഒരു മരത്തണലിലേറുന്നു. ഇളം കാച്ചുകൊണ്ട് അവൻ അവിടെ കിടന്നു ഉറങ്ങിപ്പോയി. ആർപ്പുവിളികൾ കേട്ട് നെട്ടി ഉളർന്ന മുയൽ നോക്കുമ്പോൾ അത് ആമച്ചാർ ഓട്ടം പന്തയത്തിൽ വിജയിച്ചിരിക്കുന്നു. മുയൽ നെട്ടിപ്പോയി. അഹങ്കാരിയായ ആ മുയലിനെ പിന്നീട് ആരും ആ കാട്ടിൽ കണ്ടിട്ടില്ല. അഹങ്കാരിയായ ഇതിൽ നിന്നും ഒരു പാഠം പഠിച്ചു. അമിതമായ ആത്മവിശ്വാസം അപകടം. നന്ദി.